സൈക്കിൾ ഓടിക്കുന്നതിനിടെ 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ ബാലിക മരിച്ച സംഭവത്തിൽ റോഡരികിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്ന ജോലികൾ ആരംഭിച്ചു. എറണാകുളം തൃക്കാക്കര നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തിയാണ് ഈ പണികൾ ആരംഭിച്ചത്. സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് ഒരു ജീവൻ കവരാൻ കാരണമായെന്ന 24 വാർത്തയെ തുടർന്നാണ് ദ്രുതഗതിയിലുള്ള ഈ ഇടപെടൽ. 24 ഇംപാക്ട്. ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ കണ്ണു തുറന്ന അധികൃതർ. കാക്കനാട് മാവേലിപുരത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്ന ജോലികൾ ആരംഭിച്ചു. ഹാൻഡ് ഗ്രിൽ പണിയുന്നതിനായി റോഡിലെ ഇന്റർലോക്ക് കട്ടകൾ നീക്കം ചെയ്ത് പണികൾ തുടങ്ങി. തൃക്കാക്കര നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പണി ആരംഭിച്ചിരിക്കുന്നത്. പരമാവധി 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഭിത്തി ഇവിടെ നിന്ന് ഈ സൈഡ് വാളിൽ നിന്ന് നമ്മൾ ഒരടിയും കൂടി മാറ്റിയിട്ട് 1 മീറ്റർ സ്ക്വയറിൽ ബീമ് ഇട്ട് അതിൻ്റെ മേളിൽ സി ചാനൽ കൊടുത്തിട്ട് ഉള്ളിൽ കനം കൂടിയ സ്ക്വയർ ട്യൂബ് വെച്ച് നല്ല ഹാർഡ് വർക്കായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം 2 ആഴ്ച, അതിൽ കൂടുതൽ പോകില്ല. ഞായറാഴ്ച വൈകിട്ടാണ് 12 വയസ്സുകാരി റിഹാന കാതറിൻ സൈക്കിൾ ചവിട്ടുന്നതിനിടെ 20 അടി താഴ്ചയിലേക്ക് വീണ് മരിച്ചത്. അശാസ്ത്രീയമായ റോഡിന്റെ ഘടനയും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും വീഴ്ചയ്ക്ക് കാരണമായി എന്ന് 24 ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെ തൃക്കാക്കര നഗരസഭയിൽ LDF കൗൺസിലർമാർ ഭരണസമിതിക്കെതിരെ വലിയ പ്രതിഷേധവും നടത്തി. സംരക്ഷണ ഭിത്തി കെട്ടേണ്ടത് ഫ്ളാറ്റ് ഉടമകളാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി നഗരസഭ സ്വമേധയാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നുവെന്നുമാണ് കൗൺസിലറുടെ വാദം. വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.